ഇവിടുത്തെ കോഴ്സ് ചെയ്ത് ഒരു 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഓൾറെഡി ഒരു 2 പ്രൊജക്റ്റ് സ്വയം ചെയ്ത് ഇവിടുത്തെ ഒരു അക്കാഡമിക് പ്രൊജക്റ്റും ചെയ്തായിരുന്നു. പിന്നെ കോളേജിലേക്ക് വേണ്ടി ഒരു പ്രൊജക്റ്റ് സ്വയം ചെയ്തായിരുന്നു. എൻ്റെ പേര് പ്രണവ് ടി പി എന്നാണ്. ഞാനിവിടെ ക്യാമറൻ ഫോക്സിൽ മേൺസ്റ്റാക്ക് കോഴ്സാണ് ചെയ്തത്. ജാനുവരി ബാച്ചായിരുന്നു. ഇപ്പോൾ എന്നിട്ട് പ്ലേസ് അയക്കുന്നത് ഇൻഫോ പാർക്ക് ഫേസ് ബിയിൽ ബേസിസ് ടെക്നോളജീസ് എന്ന് പറയുന്ന കമ്പനിയിൽ ആർപി ഡെവലപ്പറായിട്ടാണ് പ്ലേസ് ആയത്. കോളേജിൽ BSc കമ്പ്യൂട്ടർ സയൻസ് ആണ് വിളിച്ചത്. അതിനൊരു പേറോൾ സ്പെഷ്യലിസ്റ്റ് ആയിട്ടൊന്ന് വർക്ക് ചെയ്തായിരുന്നു. അത് ക്വിറ്റ് ചെയ്തിട്ട് നേരെ MCAക്ക് പോയി പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കാൻ വേണ്ടി. അതിൻ്റെ ലാസ്റ്റ് സെമ്മിൽ പ്രൊജക്റ്റിൻ്റെ സമയത്ത് ഇവിടെ കോഴ്സായിട്ട് ഒന്ന് പ്രോഗ്രാമിംഗ് ഒക്കെ പഠിക്കാൻ വേണ്ടി മേൺസ്റ്റാക്കിൻ്റെ കോഴ്സ് ഒന്ന് ചേരുകയാണ് ചെയ്തത്. ഇവിടെയൊക്കെ വന്ന് പഠിക്കുന്നതിൻ്റെ സമയത്ത് ഞാൻ ഈ ഗിഗ് വർക്ക് ചെയ്യുമായിരുന്നു. സൊമാറ്റോ, സ്വിഗ്ഗി, ഡെലിവറി ബോയ് ഒക്കെ ആയിട്ട്. അത് വെച്ചാണ് MCAയിലും പിന്നെ ക്യാമറൻ ഫോക്സിലെ ഫീസൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തത്. കോഡിങ് അറിയാമെങ്കിലും ജസ്റ്റ് ഇങ്ങനെ ഒരു ഫുൾ പ്രൊജക്റ്റിൻ്റെ ഒരു ആർക്കിടെക്ചർ എങ്ങനെയാണെന്ന് ഉള്ള ഒരു ക്ലൂ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിക്കും മനസ്സിലാവാൻ വേണ്ടി ഈ കോഴ്സ് തന്നെ എടുക്കാമെന്ന് വിചാരിച്ച് ഇവിടെ വന്നതാണ്. ക്ലാസ്സുകളൊക്കെ നല്ലോണം ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എടുത്തുകൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ. പിന്നെ എപ്പോഴും വന്ന് ഫീഡ്ബാക്ക് ചോദിക്കുമായിരുന്നു. അതിനനുസരിച്ച് ഇമ്മീഡിയറ്റ് ആക്ഷൻസ് ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂസൊക്കെ ഷെഡ്യൂൾ ആവണമെങ്കിൽ ഞങ്ങളിപ്പോൾ ഫെയിലായതൊക്കെ മൊത്തം അവർ ട്രാക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 3 ഇൻ്റർവ്യൂസൊക്കെ അടുപ്പിച്ച് ഫെയിലാകുമ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്നുകൂടെ ട്രെയിനിങ് ഇതാക്കാൻ വേണ്ടി റിമൂവ് പോകും. 1 വർഷം മുമ്പ് വരെ പഠിച്ചിറങ്ങിയ പിള്ളേർക്ക് ഇപ്പോഴും പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇപ്പോൾ ഫ്രഷറായിട്ട് നിങ്ങൾക്ക് വലിയ ബേസിക് ഐഡിയ ഒന്നും ഇല്ലാതിരിക്കുകയാണെങ്കിൽ ഒരു പ്രൊജക്റ്റിനെയൊക്കെ കുറിച്ച് അല്ലെങ്കിൽ ഒരു സ്കില്ല് ഡെവലപ്പൊക്കെ ചെയ്യാനാണെങ്കിൽ ഇവിടെ എന്തായാലും ജോയിൻ ചെയ്യണമെന്ന് നല്ല വാർത്തയായിരിക്കും.